ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെഡിക്കൽ സ്റ്റഡി വിത്ത് മീ അനു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാത്തോളജി ടോപ്പിക്കാണ്. പാത്തോളജിനകത്തുള്ള സി വി എസ് പാർട്ട് എന്നുള്ള ടോപ്പിക്കാണ് എം ഐ. നമുക്കറിയാം, ഒരു ലോങ് എസ്സേ ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ലോങ് എസ്സേ ആണ് എം ഐ. എം ഐയിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം എന്നറിയോ ടോപ്പിക്ക്. ഫസ്റ്റ് നമ്മൾ ഡെഫിനേഷൻ എഴുതണം, റിസ്ക് ഫാക്ടേഴ്സ്, ഇറ്റിയോളജി, ദെൻ കോംപ്ലിക്കേഷൻസ്, അതിന് മുമ്പായിട്ട് ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എക്സാമിന്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനേഷൻ, ഇറ്റിയോളജി, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പാത്തോജനസിസ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ട്. പാർട്ട് 2 വീഡിയോയിലായിരിക്കും ബാക്കി കോംപ്ലിക്കേഷൻസ്, ദെൻ ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി, ലാബ് ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് 2 വീഡിയോയുടെ കുറിച്ചതിൻ്റെ റീസൺ ഒരു വലിയ ഒരു അറൗണ്ട് 1 hour വരും. അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് കട്ട് ചെയ്തിടുന്നത്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഫ്രം ദി നെയിം ഇറ്റ്സെൽഫ് നമുക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റും. ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നെക്രോസിസ്. ഏത് ടൈപ്പ് ഓഫ് നെക്രോസിസ് അല്ല ഇൻഫാക്ഷൻസ് കാണുന്നത്. ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു പർട്ടിക്കുലർ ഓർഗൻ്റെ ഷേപ്പിനൊന്നും വേരിയേഷൻ വരും, റെഗുലാരിറ്റിയും അങ്ങനത്തെ ഷേപ്പിന് വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ബട്ട് ദർ ഈസ് എ നെക്രോസിസ്. ലൈക്ക് കിഡ്നിക്കകത്തുള്ള വെഡ്ജ് ഷേപ്പ് നെക്രോസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ഷൻ തന്നെയായിരുന്നു പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോസ് ഇതിപ്പോൾ ഒരു കിഡ്നി ആണെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ ഈ ഇത്രയും പാർട്ടിലൊരു നെക്രോസിസ് സംഭവിച്ചിരുന്നു, ഇത്രയും പാർട്ടിലൊരു നെക്രോസിസ് സംഭവിച്ചു. ദിസ് ഈസ് വെഡ്ജ് ഷേപ്ഡ് നെക്രോസിസ്. ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു ഓർഗൻ്റെ ഒരു ഷേപ്പിനൊന്നും ഒരു ചേഞ്ചസ് സംഭവിക്കുന്നില്ല, ഒരു ഇറഗുലാരിറ്റി ഇല്ല ഷേപ്പിന്. ബട്ട് ഇവിടെ ഒരു നെക്രോസിസ് സംഭവിച്ചു, ഒരു സോളിഡിഫിക്കേഷൻ പോലെ സംഭവിച്ചു. ദാറ്റ് ഈസ് ഇൻഫാക്ഷൻ, coagulative type of necrosis. So it's a coagulative type of necrosis of the cardiac muscle. മയോകാർഡിയം എന്ന് പറയുമ്പോൾ എന്താ, കാർഡിയക് മസിലാണല്ലോ. ആൻഡ് വൈ, എന്തുകൊണ്ട് നെക്രോസിസ് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ബിക്കോസ് ബ്ലഡ് ഫ്ലോ പർട്ടിക്കുലർ ഓർഗനിലേക്ക് കുറയുന്നതുകൊണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇഷ്കീമിയ. ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിജനേഷൻ സംഭവിക്കില്ല ഓർഗനിൽ, അല്ലേ? ഓക്സിജൻ സപ്ലൈ കുറയും. സോ ഇറ്റ് റിസൾട്ട് ഇൻ ഇഷ്കീമിയ. So what is MI definition ചോദിക്കും? It's a coagulative type of necrosis of the cardiac muscle due to ischemia. And വെറും ഇഷ്കീമിയ അല്ല, പ്രൊലോങ്ഡ് അക്യൂട്ട് ഇഷ്കീമിയ കൊണ്ട് ഇങ്ങനെ ഇൻഫാക്ഷൻ സംഭവിക്കണമെന്നില്ല. പ്രൊലോങ്ഡ് ഇഷ്കീമിയ ഉള്ളതുകൊണ്ടാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻസ് സംഭവിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ഒക്കർ ഡ്യൂ ടു അതെറോസ്ക്ലിറോസിസ്. അതെറോസ്ക്ലിറോസിസ് ഉള്ളതുകൊണ്ടാണല്ലോ ബ്ലഡ് ഫ്ലോ കുറയുന്നത്. അങ്ങനെയും വരാം. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ റേസിൽ തന്നെ വൈറ്റ്സ് ആർ മോർ എഫക്റ്റഡ് ദാൻ ബ്ലാക്സ്. ദെൻ ഏജിൻ്റെ ബേസിലാണെങ്കിൽ 40 to 60 years ഓഫ് ഏജിലുള്ളവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻഡ് ഓൾസോ ആസ് ഏജ് അഡ്വാൻസസ് മയോകാർഡിയൽ ഇൻഫാക്ഷനുള്ള റിസ്ക് ഫാക്ടർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യങ്ങർ ഏജിലും ഇത് എഫക്റ്റഡ് ആണ്. യങ്ങർ ഏജിൽ എഫക്റ്റഡ് ആവണമെങ്കിൽ ദി പേഷ്യൻസ് വിൽ ഹാവ് സം മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് അതെറോസ്ക്ലിറോസിസ്, ലൈക്ക് ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറ്റിക് അബ്നോർമാലിറ്റി, ജനറ്റിക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ അതെറോസ്ക്ലിറോസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഹാസ് മോർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് എം ഐ അറ്റ് യങ്ങർ ഏജ് ഇറ്റ്സെൽഫ്. എന്തൊക്കെയാണ് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് അതെറോസ്ക്ലിറോസിസ്? ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അതെറോസ്ക്ലിറോസിസിനെ കുറിച്ച് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മേജർ റിസ്ക് ഫാക്ടേഴ്സ് 4 പറഞ്ഞു. ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം. ഏതൊക്കെയെന്ന് വെച്ചാൽ ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് mellitus ആൻഡ് cigarette smoking. These are the 4 major risk factors of atherosclerosis. Then males have higher risk due to estrogen production. Males have higher risk because females-ൽ ഈസ്ട്രജൻ്റെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫീമെയിൽസിൽ വരില്ലെന്നല്ല, റിസ്ക് കുറവാണ്. റിസ്ക് ഫാക്ടർ കുറവാണ് ഫീമെയിൽസിൽ ദാൻ മെയിൽസ് ബിക്കോസ് ഓഫ് ദി ഈസ്ട്രജൻ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഇൻ ഫീമെയിൽസ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽസിലായിരിക്കും മോർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. Then etiology എന്ന് പറയുമ്പോൾ അറിയാലോ, കോസസ്. So what are the causes of myocardial infarction? There are 2 causes. Either it can be due to decreased or impaired coronary blood supply or blood flow or increased myocardial demand. These are the 2 causes of MI. ഓക്കെ, MI എന്ന് പറയുമ്പോൾ അറിയാലോ, ഇഷ്കീമിയ, ഒരു ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞതുകൊണ്ട് ഇൻഫാക്ഷൻ സംഭവിച്ചു. എങ്ങനെ കുറയാം? ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഇമ്പയർമെൻറ്റ്, സം ഇമ്പയർഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ കൊണ്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഇൻക്രീസ്ഡ് മയോകാർഡിയൽ, ഹാർട്ടിലേക്ക് ബ്ലഡ് വേണം എന്നുള്ള ഡിമാൻഡ് ഹാർട്ടിന് കൂടുമ്പോൾ ഒരു അഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ വരില്ല, അങ്ങനെയും വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഡിസ്കസ് വാട്ട് ഈസ് ഹൗ ഡിക്രീസ്ഡ് ഓർ ഇമ്പയർഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ എഫക്റ്റ് ഹാർട്ട്. അതിൽ തന്നെ ഫസ്റ്റ് സബ്ഹെഡിങ് വരുന്നത് കൊറോണറി അതെറോസ്ക്ലിറോസിസിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് കൊറോണറി അതെറോസ്ക്ലിറോസിസ്? അതുകൂടാതെ അതർ കോസസ് ഓഫ് കൊറോണറി ആർട്ടറി ഒക്ലൂഷൻസും പറയുന്നുണ്ട്. ഫസ്റ്റ് കൊറോണറി
atherosclerosis. ഒരു 90% ഓഫ് ദി കേസസിലും MI is due to atherosclerosis. ഓക്കെ, atherosclerosis എന്ന് പറയുമ്പോൾ അറിയാലോ, ആർട്ടറിയുടെ ലൂമൻ ബിക്കം വെരി നാരോ. സോ ബ്ലഡ് ഫ്ലോ റെസിസ്റ്റൻസ് കാരണം ബ്ലഡ് ഫ്ലോ ഒക്കെ കുറവായിരിക്കും. അങ്ങനെ നാരോയിങ് ഓഫ് 1 or more coronary artery, വി നോ മൊത്തം 3 coronary arteries ഉണ്ട് ഹാർട്ടിൽ സപ്ലൈ ചെയ്യുന്നത്. അതിൽ മോർ ദാൻ 1 or more coronary arteryയിൽ ഇത് എഫക്റ്റ് ചെയ്യും. atherosclerosis വരുമ്പോഴാണ് 90% കേസിലും MI കാണുന്നത്. അതുകൂടാതെ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് നമുക്ക് വേറെ പേരിലും പറയാം, കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ കൊറോണറി ഹാർട്ട് ഡിസീസ്. It depends on the extent of severity of pre-existing atherosclerotic occlusion. So it depends upon the extent and severity. ഓൾറെഡി ഉള്ള atherosclerotic occlusionൻ്റെ extent and severity ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ you can see here it is a sudden or dynamic morphological changes in the atheromatous plaque. These are the 2 risk factors of IHD. നമുക്കിനി ഓരോന്നായിട്ട് പറയാം. എന്താണ് എക്സ്റ്റെൻറ്റ് ആൻഡ് സിവിയറിറ്റി ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് atherosclerosis എന്ന് പറഞ്ഞല്ലോ. That means what? You can see here number of coronary artery affected. അത് ഡിപ്പെൻഡ് ചെയ്യും. There are 3 coronary arteries. 2 or more affected ആയിട്ടുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് MI is very high. അതനുസരിച്ച് ദെൻ സ്ട്രക്ചർ ഓഫ് പ്ലാഗ് എന്ന് പറയുമ്പോൾ വി നോ പ്ലാഗ് ആർ ഓഫ് 2 types. either it can be a stable plaque or vulnerable plaque. Stable plaque എന്ന് പറയുമ്പോൾ എന്താ? It has dense, collagenous, thick, fibrous cap with minimal inflammation and underlying necrotic core with less likely to get ruptured. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സ്റ്റേബിൾ അതെറോമാറ്റസ് പ്ലേഗും ഇത് അൺസ്റ്റേബിൾ അതെറോമാറ്റസ് പ്ലേഗുമാണ് കാണിക്കുന്നത്. ഇനി സ്റ്റേബിൾ അതെറോമാറ്റസ് പ്ലേഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? ദേ ഹാവ് ഡെൻസ് കൊളാജിനസ് തിക് ഫൈബ്രസ് ക്യാപ്പ് ഉണ്ട്. ദെൻ മിനിമൽ സെൻട്രൽ നെക്രോട്ടിക് കോർ ആൻഡ് മിനിമൽ ഇൻഫ്ലമേഷൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ദേ ആർ ലെസ് ലൈക്ലി ടു റപ്ചർ. ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് ദേ മേക്ക് അതെറോമാറ്റസ് പ്ലേഗ്. ആൻഡ് ഓൾസോ ദേ ആർ തിക്ക് ഫൈബ്രസ് ക്യാപ്പാണ്, അതുകൊണ്ട് തന്നെ ഈ ഈസിലി റപ്ചേർഡ് അല്ല. അതേസമയം ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ദേ ആർ അൺസ്റ്റേബിൾ അതെറോമാറ്റസ് പ്ലേഗ് ഒരു വൾണറബിൾ പ്ലേഗ്. ഇവർക്ക് എന്താ സ്പെഷ്യാലിറ്റി? ഇവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് നെക്രോട്ടിക് ലിപ്പിഡ് കോർ കാണാം. അതുകൂടാതെ ഇൻഫ്ലമേഷൻ ഉണ്ട്. അതുകൂടാതെ ഫൈബ്രസ് ക്യാപ്പ് ഈസ് വെരി തിൻ ആൻഡ് ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ. അതുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. കുറേ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് റപ്ചർ ആവാം, ഇങ്ങനെ മുറിഞ്ഞു പോകാം. റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോസസ് അക്ലൂഷൻ. അങ്ങനെ അതെറോസ്ക്ലെറോസിസ് വരാം, അത് MIക്ക് കാരണമാകും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റേബിൾ പ്ലാഗ് എന്ന് പറയുമ്പം ഡെൻസ് കൊളാജിനസ് തിക് ഫൈബ്രസ് ക്യാപ്പ് വിത്ത് മിനിമം ഇൻഫ്ലമേഷൻ ആൻഡ് അണ്ടർലൈൻ നെക്രോട്ടിക് കോർ ആയിരിക്കും. ദസ് ദേ ആർ ലെസ് ലൈക്ലി ടു റപ്ചർ. ബട്ട് വൾണറബിൾ പ്ലാഗ് എന്ന് പറയുമ്പോൾ എന്താ? ദ കോർ വിത്ത് മെനി ഫോം സെൽസ് ആൻഡ് അബണ്ടൻറ്റ് എക്സ്ട്രാ സെല്ലുലർ ലിപ്പിഡ്സ് ഉണ്ടായിരുന്നു. തിന്നായിട്ടുള്ള ഫൈബ്രസ് ക്യാപ്പാണുള്ളത് വിത്ത് ഫ്യൂ സ്മൂത്ത് മസിൽ സെൽസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി സെൽസ്. ഇൻഫ്ലമേറ്ററി സെൽസിൻ്റെ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ ആയിരിക്കും. ദസ് മോർ ലൈക്ലി ടു റപ്ചർ. ദാറ്റ് ഈസ് വൈ ഈ ഒരു അതെറോമാറ്റസ് പ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നർ ലെയറിൽ 3 ലെയേഴ്സ് ഉണ്ടല്ലോ, അറിയില്ല, ബ്ലഡ് വെസൽസിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ട്യൂണിക്ക, ഇൻറ്റിമ, മീഡിയ ആൻഡ് അഡ്വൻറ്റീഷ്യ. ഇൻറ്റിമയുടെ ഇവിടെയായിട്ട് ഒരു അതെറോസ്ക്ലെറോട്ടിക് പ്ലാഗ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഇതാണ് അതെറോസ്ക്ലെറോട്ടിക് പ്ലാഗ്. ആൻഡ് ഇൻഫ്ലമേഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വലിയതായിരിക്കും അത്. ഇൻഫ്ലമേറ്ററി സെൽസും അതുകൂടാതെ സ്മൂത്ത് മസിൽസും ഒക്കെ നമ്മൾ അതെറോസ്ക്ലെറോസിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാത്തോജെനിസിസ് ഓഫ് അതെറോസ്ക്ലെറോസിസ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നു. ഫോം സെൽസ് എന്താണ്, സ്മൂത്ത് മസിൽ സെൽസ് എങ്ങനെ ഫോം സെല്ലായിട്ട് മാറുന്നു, മാക്രോഫേജ് എങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഇത് റപ്ചർ ആകുമ്പോൾ എന്ത് പറ്റും? ഇത് ഇവിടുന്ന് റപ്ചറായി ഒക്ലൂഷൻ സംഭവിക്കും. വേറെ ദിസ് സ്റ്റേബിൾ പ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റേബിൾ ആണല്ലോ. സ്റ്റേബിൾ ആവുന്നതുകൊണ്ട് തന്നെ 3 ലെയർ ഉണ്ട്. 3 ലെയറിൽ ഇതായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റേബിളാണ്. ഇവിടുന്ന് റപ്ചർ ആവത്തില്ലെന്നല്ല, റപ്ചർ ആവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ദെൻ ഡിഗ്രി ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റീനോസിസ്. സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നാരോയിങ് ഓർ ഒബ്സ്ട്രക്ഷൻ ബൈ ദി അതെറോമാറ്റസ് പ്ലാഗ്. എത്രത്തോളം സ്റ്റീനോസിസ് സംഭവിക്കുന്നു ബ്ലഡ് ഫ്ലോയ്ക്ക്. ഫിക്സ്ഡ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഫിക്സ്ഡ് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 75% കാണും. ദേ ആർ അസിംപ്റ്റോമാറ്റിക് ഫിക്സ്ഡ് ഒബ്സ്ട്രക്ഷൻ. ഇപ്പോൾ ഫിക്സ്ഡ് ഒബ്സ്ട്രക്ഷൻ തന്നെ 75% ഓർ മോർ ക്രിട്ടിക്കൽ സ്റ്റീനോസിസ് എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റേബിൾ ആൻജൈന ഉണ്ടാകും. ക്രിട്ടിക്കൽ സ്റ്റീനോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ 75% ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് കോസസ് ഇഷ്കീമിയ ബൈ എക്സസൈസ്. റസ്റ്റിൽ ഇഷ്കീമിയ ഉണ്ടാക്കുന്നില്ല, ബട്ട് ഡ്യൂറിങ് എക്സസൈസ്, ഡൂയിങ് സം എക്സസൈസ് കോസസ് ഇഷ്കീമിയ റിസൾട്ടിങ് ഇൻ ചെസ്റ്റ് പെയിൻ. ദാറ്റ് ഇസ് സ്റ്റേബിൾ ആൻജൈന. ദെൻ വാട്ട് ഇസ് അൺസ്റ്റേബിൾ ആൻജൈന?
we can see here what is unstable angina. ഇവിടെ എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്ഷൻ നിയർലി 90% ആൻഡ് എബോവ് ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഇൻഅഡിക്വേറ്റ് കൊറോണറി ബ്ലഡ് ഫ്ലോ ലീഡ്സ് ടു ഇൻഅഡിക്വേറ്റ് കൊറോണറി ബ്ലഡ് ഫ്ലോ ഈവൻ അറ്റ് റെസ്റ്റിൽ തന്നെ എന്ത് പറ്റുന്നുണ്ട്, കൊറോണറി ബ്ലഡ് ഫ്ലോ അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നില്ല, റിസൾട്ടിങ് ഇൻ അൺസ്റ്റേബിൾ ആൻജൈന. Then rate of development of occlusion. Rate of development of occlusion, either it can be slow progressive occlusion, allows the tissue to develop collateral circulation to prevent infarction, and this result in acute blockage. And this result അല്ല ഇവിടെ സ്ലോ പ്രോഗ്രസീവ് ഒക്ലൂഷൻ അല്ലെങ്കിൽ അക്യൂട്ട് ബ്ലോക്കേജ് വരുന്നുണ്ട്. സ്ലോ പ്രോഗ്രസീവ് ഒക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒക്ലൂഷൻ പതുക്കെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യാം, ഇതിപ്പം കൊറോണറി ആർട്ടറി, ഇതൊരു ടിഷ്യൂ, ഇവിടുന്ന് ഒരു ടിഷ്യൂ, ഓക്കെ, ഈ രണ്ട് പാർട്ടിലേക്ക് സപ്ലൈ ചെയ്ത് ഹാർട്ടിൻ്റെ തന്നെ രണ്ട് പാർട്ടിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒന്ന് അയോട്ടയിൽ നിന്ന് തിരിച്ച് വരുന്ന ആർട്ടറീസ് ആണല്ലോ കൊറോണറി, ദിസ് ഇസ് അയോട്ട എന്ന് വിചാരിച്ചു, ദിസ് ഇസ് ഹാർട്ട്, ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. ബട്ട് ഇവിടെ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വന്നു, സ്ലോ പ്രോഗ്രസീവ് ഒക്ലൂഷനാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ സഡൻലി ഇവിടെയാണല്ലോ ഇൻഫെക്ഷൻ വന്നത്, ഇങ്ങനൊരു കൊലാട്രൽ സപ്ലൈ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ക്യാൻ ബി പ്രിവെൻറ്റ്, ഇൻഫെക്ഷൻസ് ഓർ ഡാമേജ് ടു ദിസ് ഹാർട്ട് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓക്കെ, വേറസ് അക്യൂട്ട് ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈമില്ല, കൊളാട്രൽ സർക്കുലേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് തന്നെ റിസൾട്ടിങ് ഇൻ ഇൻഫെക്ഷൻ. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി കോൺസിക്വൻസ് ഓഫ് coronary atherosclerosis. Factors influencing the consequence of atherosclerosis are extent of inflammation, thrombus development on destructured plaque, coronary vasoconstriction. So these are the factors causing consequence of coronary atherosclerosis, and the factors in the care inflammation and thrombus formation, then coronary vasoconstriction, then sudden and dynamic morphological changes. Sudden and dynamic morphological changes എന്ന് പറയുമ്പോൾ acute plaque changes ആണ്. acute plaque changes will be followed by thrombosis. ആദ്യം പ്ലാഗ് വന്നു, പ്ലാഗ് ഡെവലപ്പ് ചെയ്തു, റിസൾട്ടിങ് ഇൻ ത്രോംബോസിസ്, ബിക്കോസ് ഇവർ കുറേ പ്ലേറ്റ്ലെറ്റ്സ് അഡ്ഹഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യും, വിച്ച് പ്രൊഡ്യൂസസ് MI, അൺസ്റ്റേബിൾ ആൻജൈന ആൻഡ് സഡൻ കാർഡിയാക് ഡെത്ത്, etc. And this is termed as acute coronary syndrome. Then moving on to the next part, that is other causes of coronary artery occlusion. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കൊറോണറി അത്രോസ്ക്ലെറോസിസിൻ്റെ ചാൻസസ്, എന്തുകൊണ്ടാണ് കൊറോണറി എറ്റിയോളജി ഓഫ് കൊറോണറി അത്രോസ്ക്ലെറോസിസിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ പറയാൻ പോകുന്നത് അതർ കോസസ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ്. ഫസ്റ്റ് കൊറോണറി വാസോസ്പാസം വിത്തൗട്ട് കൊറോണറി അത്രോസ്ക്ലെറോസിസ്. അത്രോസ്ക്ലെറോസിസ് വരാതെ തന്നെ വാസോസ്പാസം അല്ലെങ്കിൽ നാരോയിങ് ഓഫ് ദി ആർട്ടറീസ് സംഭവിക്കാം. അല്ലെങ്കിൽ കൊറോണറി എംബോളി. കൊറോണറി എംബോളി എന്ന് പറഞ്ഞാൽ എന്താ, ത്രോംബെ ഇൻ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ട് ഈസ് കോൾഡ് കൊറോണറി എംബോളിസം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ലെഫ്റ്റ് ഏട്രിയം അസോസിയേറ്റഡ് വിത്ത് ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മ്യൂറൽ ത്രോംബെ, മ്യൂറൽ ആൻഡ് ഒക്ലൂസീവ് ത്രോംബെ. ദീസ് ആർ ദി ടു ടൈപ്സ് ഓഫ് ത്രോംബെ. മ്യൂറൽ എന്ന് പറയുമ്പോഴത്തേക്ക് ത്രോംബസ് ഡെവലപ്മെൻ്റ് ആണ് ഒരു വെസലിൽ, വേറെ ഒക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡ് ചെയ്യുക. ദിസ് ഇസ് ഈ മ്യൂറൽ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഒക്ലൂഷനേ വരുന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ ബ്ലഡ് സപ്ലൈ നടക്കുന്നുണ്ട്, എന്നാലും അഡിക്വേറ്റ് ആയിരിക്കില്ല. വെജിറ്റേഷൻസ് ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ്. വെജിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റീസിൻ്റെ ഓർഗാനിസംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ദാറ്റ് ഇസ് വെജിറ്റേഷൻസ്. ദെൻ പാരഡോക്സിക്കൽ എംബോളി. Then diminished ability of blood or oxygen. Diminished ability of or blood or oxygen to the heart tissues എങ്ങനെ നടക്കുന്നത്, ബിക്കോസ് ഓഫ് ബ്ലഡ് കുറയുന്നതിന് റീസൺ എന്തൊക്കെയായിരിക്കും, ഹൈപ്പോടെൻഷൻ ഓർ ഷോക്ക് ഒക്കെ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോക്സീമിയ, ഒരു പർട്ടിക്കുലർ ടിഷ്യൂവിന് അഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, ഡിക്രീസ്ഡ് ഓക്സിജനേഷൻ ഡ്യൂ ടു സം റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ്, ന്യൂമോണിയ പോലത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, ഡിക്രീസ്ഡ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ആൻഡ് ഓൾ. Ischemia due to other causes like vasculitis, hematologic disorders like sickle cell diseases, amyloidodeposition in the vascular wall, vessel walls. Okay, then vascular dissections, these are the other reasons. Then increased myocardial demand കൊണ്ടും വരാം. മയോകാർഡിയൽ ഡിമാൻഡ് എപ്പോഴാണ് കൂടുന്നത്, ഡ്യൂ ടു സം മയോകാർഡിയൽ ഹൈപ്പർട്രോഫി, അതുപോലത്തെ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ ഇൻക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ദെൻ ഇമോഷണൽ സ്ട്രെസ്, എക്സെട്ര. Then here you can say decreased or impaired coronary blood flow. Decreased or impaired coronary blood flow നമ്മൾ ആദ്യം പറഞ്ഞ റീസണാണ്. രണ്ടാമത് ഇൻക്രീസ്ഡ് മയോകാർഡിയൽ ഡിമാൻഡ്. ഈ ഡിക്രീസ്ഡ് കൊറോണറി ബ്ലഡ് ഫ്ലോയിൽ തന്നെ കൊറോണറി അത്രോസ്ക്ലെറോസിസ് കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ നോൺ അത്രോസ്ക്ലെറോട്ടിക് കോസസ് ഉണ്ട്. കൊറോണറി അത്രോസ്ക്ലെറോസിസ് കൊണ്ടുള്ള കോസസ് ആയിരുന്നു നേരത്തെ പറഞ്ഞ കൊറോണറി അത്രോസ്ക്ലെറോസിസ് ഡ്യൂ ടു റപ്ചർ ഓഫ് ഫ്ലാക്ക് വിത്ത് ത്രോംബസ് ഫോർമേഷൻ ഓർ ഫിക്സ്ഡ് അത്രോസ്ക്ലെറോസിസ് ആൻഡ് സപ്ലൈ ഡിമാൻഡ് ഇംബാലൻസ്. ഇതുപോലത്തെ ഇങ്ങനെ അത്രോസ്ക്ലെറോസിസ് രണ്ട് സൈഡിലും വന്ന് ഫിക്സ്ഡ് ആയിട്ട് നിന്നിട്ടേ ഇവിടുത്തെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുള്ള ഒരു റീസൺ കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ അത്രോസ്ക്ലെറോസിസിൻ്റെ മേളിൽ ത്രോംബസ് ഫോർമേഷൻ നടക്കും, ഇവിടെ എന്തെങ്കിലും എൻഡോത്തീലിയത്തിൽ ഡാമേജ് വരും, ഇവിടെ എൻഡോത്തീലിയം ഡെവലപ്പ് ചെയ്യുമല്ലോ,
അതെന്തെങ്കിലും ഡാമേജ് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ക്ലോട്ട് ഫോർമേഷൻ നടക്കും, ത്രോംബോസ് ഫോം ചെയ്യും, അങ്ങനെ ഒക്ലൂഡ് ആവാം. രണ്ടാമത്തത് നോൺ അത്തറോമാറ്റസ് കോസസ് എന്ന് പറയുമ്പോൾ വാസോസ്പാസം, നോർമലായിട്ടുള്ള വാസോസ്പാസം, കൺസ്ട്രിക്ഷൻ ഓർ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വിത്തൗട്ട് കൊറോണറി അത്തറോസ്ക്ലെറോസിസ് വരാം. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു അത്തറോമയുടെ ഒരു കുഞ്ഞു പാർട്ട് എംബോളയായിട്ട് പാസ് ചെയ്ത് പോകാമല്ലോ. അങ്ങനെ എംബോളി പോയിട്ട് ഒക്ലൂഷൻ വരാം. എംബോളി ഇൻ ദി കൊറോണറി വെസൽസ്. ഇറ്റ് ക്യാൻ ഒക്ലൂഡ് ഇൻ ഹാർട്ടിൽ എവിടെയെങ്കിലും കൊറോണറിയുടെ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഒക്ലൂഷൻ ഉണ്ടാക്കാം. or diminished availability of blood or oxygen, like in shock, anemia, etc., and ischemia due to other causes like vasculitis, sickle cell disease, or supply demand imbalance alone. Just adequate ആയിട്ടുള്ള എമൗണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഇൻക്രീസ്ഡ് മയോകാർഡിയൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മയോകാർഡിയൽ ഹൈപ്പർട്രോഫി ഓർ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ ടക്കികാർഡിയ. Pathogenesis എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറീസ് വിത്ത് പ്രീ എക്സിസ്റ്റിംഗ് അത്തറോസ്ക്ലെറോട്ടിക് ഒക്ലൂഷൻസ്, ഇൻഅഡിക്വേറ്റ് കൊറോണറി പെർഫ്യൂഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും ഇവിടെ ഒക്ലൂഷൻസ് ഉള്ള ചാൻസസ് കൊടുത്തത്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു, എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ അത്തറോസ്ക്ലെറോട്ടിക് ഒക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റഡ് കൊറോണറി പെർഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ബ്ലഡ് ഫ്ലോ, പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ, ഓക്സിജനേഷന് വേണ്ടിയുള്ള ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ന്യൂ സൂപ്പർ ഇമ്പോസ്ഡ് ത്രോംബൈ ഓർ കൊറോണറി വാസോസ്പാസം. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു പുതിയ ത്രോംബൈ ഡെവലപ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വാസോസ്പാസം എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിംപ്ലി കൺസ്ട്രിക്ഷൻ, സ്പാസം എന്ന് പറഞ്ഞാൽ എന്താ, കൺസ്ട്രിക്ഷൻ. ദെൻ മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസിൽ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്, MI is caused by the acute thrombosis with coronary artery. കൊറോണറി ആർട്ടറിയിലുള്ള അക്യൂട്ട് ത്രോംബോസിസ് ആയിരിക്കും മെജോറിറ്റി ഓഫ് ദി പേഷ്യൻറ്റിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ വിൽ സീ ദി സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓഫ് MIയുടെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ഈ പിക്ചറാണ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കറിങ് ഇൻ ദി MIയിൽ എങ്ങനെയാണ് MI ഫോം ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ acute plague change എന്ന് പറയുമ്പോൾ സഡൻ ചേഞ്ച് ഓർ ഇവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദി അത്തറോമാറ്റസ് പ്ലാഗ്. അപ്പോൾ സഡൻ ഒരു പ്ലാഗ് ചേഞ്ചസ് എന്തുണ്ടാക്കും, ദേ കൺവേർട്ട് ദി അത്തറോമാറ്റസ് പ്ലാഗ് ഇൻ ടു പാർഷ്യലി ഒക്ലൂസീവ് അത്തറോസ്ക്ലെറോസിസ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് പ്ലാഗ് ടു പ്രൊഡ്യൂസ് സഡൻ ഇഷ്കീമിയ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഇവിടെ നമുക്കറിയാം സഡൻ ചേഞ്ച് ഓർ ഇവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദി അത്തറോമാറ്റസ് പ്ലാഗ് ഉള്ളത് കൊണ്ട് തന്നെ പാർഷ്യലി ഒക്ലൂസീവ് ആയിട്ടുള്ള ത്രോമ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ അത്തറോസ്ക്ലെറോട്ടിക് പ്ലേഗ് ഫോർമേഷൻ. അങ്ങനെ ഇറ്റ് പ്രൊഡ്യൂസസ് ഇഷ്കീമിയസ്, ബ്ലഡ് ഫ്ലോ കുറച്ചിട്ട് ഇഷ്കീമിയ ഉണ്ടാക്കും. ആൻഡ് ദിസ് ഇഷ്കീമിയ ഹാസ് 3 categories. It can be of any of these three changes. Okay, either it can be a rupture or fissuring of the plague. Rupture or fissuring of the plague എന്ന് പറയുമ്പം it exposes highly thrombogenic plague constitutes sudden thrombus formation and sudden occlusion of the lumen. So either it can be to expose highly thrombogenic ആയിട്ടുള്ള പ്ലേഗിൻ്റെ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ഇതൊരു പ്ലേഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേഗ് ഇവിടെ നിന്ന് ഇങ്ങനെ റപ്ചറായിട്ട് എന്തുണ്ടാക്കാം, സഡൻ ത്രോംബൈ ഫോർമേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് സഡൻ ഒക്ലൂഷൻ ഓഫ് ദി ലൂമൻ സംഭവിക്കാം. അല്ലെങ്കിൽ ഇറോഷൻസ് ഓർ അൾസറേഷൻസ് ഓഫ് ദി പ്ലേഗ്. ഇറോഷൻ ഓർ അൾസറേഷൻ ഓഫ് ദി പ്ലേഗ് റിസൾട്ട് ഇൻ എക്സ്പോഷർ ഓഫ് ഹൈലി ത്രോംബോജനിക് സബ് എൻഡോത്തീലിയൽ ബേസ്മെൻറ്റ് മെമ്പറിൻ്റെ എക്സ്പോഷർ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ പ്ലാഗിൻ്റെ ഒരു പർട്ടിക്കുലർ പ്ലാഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാഗ് ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, എൻഡോത്തീലിയൽ ഡാമേജ്, ഇവിടെ എൻഡോത്തീലിയം ഡെവലപ്പ് ചെയ്യുമല്ലോ, ഈ എൻഡോത്തീലിയം ഇങ്ങനെ ഇവിടെ നിന്ന് കട്ടായി പോവാം. അപ്പോൾ ഇവിടുത്തെ എൻഡോത്തീലിയത്തിൽ ഇഞ്ചുറീസ് സംഭവിക്കും. ദസ് വാട്ട് ഹാപ്പൻസ്, ഹൈലി ത്രോംബോജനിക് സബ് എൻഡോത്തീലിയൽ ബേസ്മെൻറ്റിൻ്റെ എക്സ്പോഷർ സംഭവിക്കും. അങ്ങനെ സഡൻ ത്രോംബസ് ഫോർമേഷൻ ആൻഡ് സഡൻ ഒക്ലൂഷൻ ഓഫ് ലൂമൻ സംഭവിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഹെമറേജ് ഇൻ ടു ദി സെൻട്രൽ കോർ ഓഫ് പ്ലേഗ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ അത്തറോസ്ക്ലെറോസിസ് തന്നെ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഒരു അത്തറോസ്ക്ലെറോസിസ് സംഭവിച്ചിട്ട് ഇരിക്കുന്നൊരു വെസലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയോ വാസ്കുലറൈസേഷൻ സംഭവിക്കുന്നുണ്ട്, പുതിയ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബ്ലഡ് വെസലിനൊരു ഹെമറേജ് സംഭവിച്ചു, ഹെമറേജ് ഇൻ ടു ദി സെൻട്രൽ കോർ ഓഫ് പ്ലേഗ് റിസൾട്ട് ഇൻ ഇൻക്രീസിങ് ദി പ്ലേഗ് സൈസ്. അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു ഹെമറേജ് സംഭവിച്ചു ബ്ലഡ് വെസൽസിന്, അപ്പോൾ എന്ത് പറ്റും, ഇവിടെ പ്ലേഗിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ദസ് റിസൾട്ടിങ് ഇൻ ഒക്ലൂഷൻ ഓഫ് ലൂമൻസ്. ദർ ആർ 3 categories of changes occurring in acute plague formation. Either can be due to rupture or fissure formation or erosion അല്ലെങ്കിൽ ulceration കാരണമാവാം, അല്ലെങ്കിൽ hemorrhage into the central core of plague. Then formation of microthrombi. തന്നെ exposure of thrombogenic endothelial collagen resulting in platelet adhesion to the site. ഇവിടെ ഈ thrombogenic endothelial collagen എക്സ്പോസ് ആകുമ്പോൾ എന്ത് പറ്റും, പ്ലേറ്റ്ലെറ്റ് അവിടെ പോയി അഡ്ഹേഴ്സ് ചെയ്യും. ആ സൈറ്റിൽ പോയിട്ട് പ്ലേറ്റ്ലെറ്റ് അഡ്ഹേഷൻ നടക്കും.
and this result in activation of the platelet. A coagulation pathway can activate our platelet activation and aggregation, and this result in the formation of microthrombi in the atherosclerotic plaque and partial or complete occlusion of the affected coronary artery. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻഡോത്തീരിയത്തിൽ ഡാമേജ് ഉണ്ടായി, കൊളാജൻ ഒക്കെ എക്സ്പോസ് ആയി, എൻഡോത്തീരിയൽ കൊളാജൻ എക്സ്പോസ് ആയി, അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൂടുതലായിട്ട് അങ്ങോട്ട് അട്രാക്റ്റഡായി മാറി. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് അവിടെ പോയി അഡ്ഹർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? പ്ലേറ്റ്ലെറ്റ് ഗെറ്റ് ആക്ടിവേറ്റഡ്, കോയാഗുലേഷൻ പാത്ത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് കൂടുതൽ പ്ലേറ്റ്ലെറ്റ് പറയുന്നത് അഗ്രിഗേറ്റിംഗ്, കൂടുതൽ ബ്ലഡ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇവിടുത്തെ പെർമിയബിലിറ്റി കൂടുമല്ലോ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ. അങ്ങനെ പെർമിയബിലിറ്റി കൂടിയിട്ട് ബ്ലഡൊന്നും അതിലും വഴി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് സംഭവിക്കും? പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രിഗേഷൻ സംഭവിക്കും. ആൻഡ് ദസ് ഫോംസ് എ മൈക്രോ ത്രോംബൈ ഓൺ atherosclerotic plaque. ഒരു കുഞ്ഞ് മൈക്രോത്രോംബി ഇവിടെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ഒക്ലൂഷൻ ഓഫ് coronary artery will result. Then vasospasm. Vasospasm എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജസ്റ്റ് ഒരു constriction. Then activated platelet or endothelial cells or inflammatory cells result in release of inflammatory mediators, and this mediators causes vasospasm at the site of inflammation, resulting in narrowing of lumen. Just simply മനസ്സിലാവും. Activated platelets, അതായത് coagulation pathwayക്ക് വേണ്ടി ആക്ടിവേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ്, endothelial damage, endothelial cells or inflammatory cells എന്ത് ചെയ്യും? They releases mediators, right? Inflammatory mediators. This inflammatory mediators എന്ത് ചെയ്യും? They will causes vasospasm at the site of inflammation, resulting in narrowing of lumen. Next is activation of coagulation pathway. ഇപ്പോൾ ഇത്ര നേരം എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ഒരു പ്ലാഗ് ഫോം ചെയ്തു, അക്യൂട്ടായിട്ട് പ്ലേക്ക് ചേഞ്ച് സംഭവിച്ചു. പ്ലേക്ക് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഉള്ള atherosclerotic പ്ലാക്കിനകത്ത് ഏത് റപ്ചർ വരാം, ഫിഷർ വരാം, ഇറോഷൻ വരാം, അൾസർ വരാം, അല്ലെങ്കിൽ ഹെമറേജ് വരാം, എന്തെങ്കിലും സംഭവിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു മൈക്രോത്രോംബി ഓൾറെഡി ഫോം ചെയ്ത ആ പ്ലേക്കിൻ്റെ മേലിലൊരു മൈക്രോത്രോംബി ഡെവലപ്പ് ചെയ്യാം. എന്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലായിട്ടും അഗ്രിഗേറ്റ് ചെയ്തും ആക്ടിവേറ്റ് ചെയ്ത് പർട്ടിക്കുലർ സൈറ്റിലേക്ക് എത്തി ത്രോംബസ്, ഒരു പുതിയൊരു ത്രോംബയും മൈക്രോത്രോംബയോടെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒക്ലൂഷൻ സംഭവിക്കാം. അതല്ലെങ്കിൽ എന്താ, ഇപ്പം ഓൾറെഡി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സും ത്രോംബസും ഒക്കെ ആ ഒരു സൈറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ ഇനി വാസോസ്പാസം സംഭവിക്കും. കാരണം ഇവർ കുറേ മീഡിയേറ്റേഴ്സിനെയൊക്കെ റിലീസ് ചെയ്യും. ഈ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ആയാലും എൻഡോത്തീലിയൽ സെൽസ് ആയാലും ഇൻഫ്ലമേറ്ററി സെൽസ് ആയാലും എന്ത് ചെയ്യും? കൂടുതൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ അവിടെ വാസോസ്പാസം സംഭവിക്കും. അങ്ങനെ സ്പാസം സംഭവിക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടെ ഈ ലൂമൻ നാരോ ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറച്ചുകൂടെ കുറയും. അതുകൂടാതെ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് റിസൾട്ട് ഇൻ ആക്ടിവേഷൻ ഓഫ് കോയാഗുലേഷൻ പാത്വേ. അങ്ങനെ കോയാഗുലേഷൻ പാത്വേ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ക്ലോട്ട് ഫോം ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ ഇൻക്രീസിങ് ദി സൈസ് ഓഫ് ത്രോംബൈ. ദെൻ കംപ്ലീറ്റ് ഒക്ലൂഷൻ. സൈസ് കൂടിക്കഴിഞ്ഞാൽ ഫൈനലി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡായിട്ട് മയോകാർഡിയൽ നെക്രോസിസ് സംഭവിക്കും. പിന്നെ മയോകാർഡിയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞല്ലോ, റിസൾട്ടിങ് ഇൻ മയോകാർഡിയൽ necrosis, that is complete occlusion, results in ischemic coagulative necrosis of the area separated by the partial, particularly the coronary artery. ഓക്കെ, ഈ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞില്ല എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതിലേക്ക് വന്നു കോയാഗുലേറ്റീവ് നെക്രോസിസ്. ഓക്കെ, ഇഷ്കീമിക് കോയാഗുലേറ്റീവ് നെക്രോസിസ്. സോ നമുക്ക് ഒന്നുകൂടെ പറയാം സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ അക്യൂട്ട് പ്ലേക്ക് ചേഞ്ച് എന്നാണ്. അക്യൂട്ട് പ്ലേക്ക് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓൾറെഡി atherosclerosis സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടറിയിൽ. അവിടുത്തെ പ്ലേഗിന് എന്ത് ചേഞ്ചസ് വരാം? ഇറ്റ് ക്യാൻ കോസ് റപ്ചർ ഓർ ഫിഷർ ഓഫ് ദി പ്ലേഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഇറോഷൻ ഓർ അൾസറേഷൻ സംഭവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെമറേജ് സംഭവിക്കാം. അങ്ങനെ ഹെമറേജ് ഇന്നത്തെ രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ എൻഡോത്തീലിയം എക്സ്പോസ് ആയി, എൻഡോത്തീലിയം ഈ ഡാമേജൊക്കെ സംഭവിക്കുമ്പോൾ എൻഡോത്തീലിയം എക്സ്പോസ് ആവുമല്ലോ. അങ്ങനെ മൈക്രോത്രോംബി അവിടെ ഡെവലപ്പ് ചെയ്യും. കാരണം എന്താ? എൻഡോത്തീലിയം എക്സ്പോസ് ആകുമ്പോഴത്തേക്കും കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് അവിടെ പോയി അഡഹർ ചെയ്യും. അതുപോലെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ, അഗ്രിഗേഷൻ ഒക്കെ സംഭവിച്ച് കുഞ്ഞ് മൈക്രോത്രോംബി ഉണ്ട്, പാർഷ്യൽ ഒക്ലൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു വെസലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, വെസലിൽ കൂടെയുള്ള ബ്ലഡ് ഫ്ലോ നാരോ ആവും. വെസലിൻ്റെ നാരോ ആവുമ്പോൾ ബ്ലഡ് ഫ്ലോയും കുറയും. അങ്ങനെ വാസോസ്പാസം സംഭവിക്കും. വാസോസ്പാസം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ആയാലും എൻഡോത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി സെൽസ് ആയാലും അവർ പോയിട്ട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വാസോസ്പാസം സംഭവിക്കും. കാരണം പെർമിയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻഡോത്തീലിയത്തിൻ്റെ. അങ്ങനെ ആ പർട്ടിക്കുലർ സൈറ്റിലെ ലൂമൻ അങ്ങ് നാരോ ആവും. ആൻഡ് ദിസ് കോസസ് ആക്ടിവേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടെ നിൽക്കില്ലേ, വാസോസ്പാസം സംഭവിച്ചു, ഇനി അവിടെ ക്ലോട്ട് ഫോർമേഷൻ നടക്കും ആ പർട്ടിക്കുലർ ഇഞ്ചുറി സംഭവിച്ചൊരു സ്ഥലത്ത്. ആൻഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു റപ്ചർ, എക്സ്പോഷർ ഓർ ഹെമറേജ്, നേരത്തെ പറഞ്ഞത് തന്നെ. അങ്ങനെ അവിടുത്തെ കോയാഗുലേഷൻ പാത്വേ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് കോയാഗുലേഷൻ സംഭവിക്കും. അങ്ങനെ സൈസ് കൂടും ത്രോംബയുടെ, റിസൾട്ടിങ് ഇൻ ഒക്ലൂഷൻ, കംപ്ലീറ്റ് ഒക്ലൂഷൻ. ആൻഡ് ഫൈനലി ബ്ലഡ് കുറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ബ്ലഡ് കുറയുമ്പോൾ ഇഷ്കീമിയ സംഭവിക്കും. ഹാർട്ടിലേക്കാണെങ്കിൽ ഇഷ്കീമിയ വിത്ത് കോയാഗുലേറ്റീവ് നെക്രോസിസ് സംഭവിക്കും. ആൻഡ് ദിസ് ഈസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ.
ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നോർമൽ ആർട്ടറി. നോർമൽ ആർട്ടറിയിൽ 3 ലെയേഴ്സാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക അഡ്വൻറ്റീഷ്യ. ആൻഡ് ഇവിടെ ഒരു പർട്ടിക്കുലർ ഇത് അത്രോസ്ക്ലെറോസിസ് സംഭവിച്ചൊരു ആർട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ അത്രോമാറ്റസ് ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അത്രോസ്ക്ലെറോസിസിൻ്റെ പാത്തോജൻസിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇവിടെ ഒരു ഫോം സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്മൂത്ത് മസിൽ സെൽസ് ഇങ്ങോട്ട് പ്രോളിഫറേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയൊരു ലെയർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അതവിടെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് സംഭവിക്കും? ഇപ്പം ഇവിടെ അത്രോമാറ്റസ് ഫ്ലാഗ് ഫോം ചെയ്തല്ലോ, ഓർ അത്രോസ്ക്ലെറോട്ടിക് പ്ലേഗ്. ഈ പ്ലേഗിന് എന്ത് സംഭവിക്കും? ഇത് ഇറോഷൻ അല്ലെങ്കിൽ റപ്ചർ അല്ലെങ്കിൽ അൾസറേഷൻ അല്ലെങ്കിൽ ഫിഷറിങ് എന്തെങ്കിലും സംഭവിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് വരും. അങ്ങനെ എൻഡോത്തീലിയം എക്സ്പോസ് ആയി. ആ എക്സ്പോസ് ആയ എൻഡോത്തീലിയത്തിലേക്ക് എന്ത് ചെയ്യും? പ്ലേറ്റഡ് അഡ്ഹഷൻ, പ്ലേറ്റഡ് അഗ്രിഗേഷൻ അറ്റ് ദാറ്റ് സൈറ്റ് റിസൾട്ടിങ് ഇൻ വാട്ട്? ഇൻഫ്ലമേഷൻ. കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ അഗ്രസീവ് ഇങ്ങനെ അഡ്ഹർ ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ ത്രോംബസ് ഫോമേഷൻ സംഭവിക്കും. ഇവിടെ കാണുന്നത് ത്രോംബസ് ഓവർത്തി എത്രമാറ്റസ് ലവ് ഇങ്ങനെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, പിന്നെ ത്രോംബസ് ഫോമേഷൻ, ഇതൊക്കെ ഇവിടെ കൂടുതൽ കൊയാഗുലേഷൻ ഉണ്ടാക്കും. അങ്ങനെ കൊയാഗുലേഷൻ ഉണ്ടാക്കി കംപ്ലീറ്റ്ലി ഇത് ഒക്ലൂസീവ് ആക്കി മാറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഒക്ലൂഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകും അല്ലെങ്കിൽ നിന്നു പോകും. അങ്ങനെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഓർ നെക്രോസിസ്, കൊയാഗുലേറ്റീവ് നെക്രോസിസ് റിസൾട്ടിങ് ഡ്യൂ ടു ഇഷ്കീമിയ. അതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ദിസ് ഈസ് അബൌട്ട് ദി വീഡിയോ. ആൻഡ് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ട്. പാർട്ട് 2 വീഡിയോയിൽ ഇനി കോംപ്ലിക്കേഷൻസ്, ഇനിയും പറയാനുള്ള മോർഫോളജി, ഗ്രോസ്, ഡയഗ്നോസിസ് എക്സെട്ര ഇതൊക്കെയും നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയിൽ പറയും. ഒരു എസ് ചോദിക്കുമ്പോഴത്തേക്കും എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പാത്തോജൻസിസ് എഴുതണം, റിസ്ക് ഫാക്ടേഴ്സ് എഴുതണം, എറ്റിയോളജി എഴുതണം, ഡെഫിനിഷൻ, ഓഫ് കോഴ്സ് ഡെഫിനിഷൻ വിട്ടുപോകരുത് എഴുതണം. അതുകൂടാതെ പാറ്റേൺ ഓഫ് ഇൻഫാക്ഷൻ, ദെൻ ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി, ലാബ് ഡയഗ്നോസിസ്, കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ പാർട്ട് 2 വീഡിയോയിൽ വരും. Hope you like this video. If you like this video, please do like, share and subscribe. Thank you.